കള്ളാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലെ വീതി കൂട്ടൽ പ്രവർത്തനങ്ങളിൽ ആശങ്ക ശക്തമാവുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നാണ് അടിവാരത്തെ ജനങ്ങൾ ഒരുപോലെ പറയുന്നത്. മണ്ണിടിച്ചിൽ ദുരന്ത സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അനഘ ഹർഷൻ വിശദാംശങ്ങൾ നൽകും. അനഘ, ഈ വീതി കൂട്ടൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നാണോ അടിവാരത്തെ ജനങ്ങളുടെ ആശങ്ക? മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്നും ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഗൗതം, ചുരത്തിന്റെ വീതി കൂട്ടൽ പ്രവർത്തികൾ, നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ ചുരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ചുരത്തിന് സമീപത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ച് വയനാട് മേപ്പാടിയിൽ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായ ഒരു ദുരന്തമുഖത്ത് തന്നെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് വയനാട്ടെ ഈ ചുരത്തിന് സമീപത്ത് താമസിക്കുന്ന നിവാസികൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ചുരത്തിൽ വീതി കൂട്ടൽ ഭാഗമായി എടുക്കുന്ന മണ്ണുകളൊക്കെ തന്നെ ഈ ചുരത്തിന്റെ മറ്റൊരു ഭാഗത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു മണ്ണിടിച്ചിൽ, ഒരു വലിയ ശക്തമായ മഴ ഉണ്ടായാൽ ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് വരുമെന്നൊരു ആശങ്കയാണ് ഈ ചുരത്തിലെ സമീപ നിവാസികളൊക്കെ തന്നെ പറയുന്നത്. മറ്റൊന്ന്, കോഴിക്കോട് ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അനാവശ്യമായി വയനാട്ടിലേക്കുള്ള യാത്രകൾ, ചുരം വഴിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ചുരത്തിന് മുകളിലേക്ക് വാഹനങ്ങൾ എത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. ഈ മേപ്പാടിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അനാവശ്യമായിട്ടുള്ള ഒരു യാത്രയും ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും ചുരത്തിനോട് സമീപത്ത് വാസിക്കുന്ന സമീപവാസികളൊക്കെ വലിയ ആശങ്കയിലാണ് ഉള്ളത്. ഇവർ പരാതി ജില്ലാ ഭരണകൂടത്തിന് മേൽ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ തങ്ങൾ ആശങ്കയിലാണ് എന്നൊക്കെയുള്ള. പക്ഷേ ഇതുവരെ ഇപ്പോഴും ചുരത്തിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരേ സ്വരത്തിൽ ഈ പ്രദേശവാസികൾ പറയുന്നത് മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയാകരുത്, അതിനു മുമ്പ് അധികൃതർ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണം എന്നാണ്. ഗൗതം, ഓക്കെ. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്.